ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ബെസുലെ. ഇത് മാംഗ്ലൂരിലെ സ്ട്രീറ്റിലും അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ചിക്കൻ ഫ്രൈ ആണ്. ഇത് പക്കോട പോലെ തന്നെയാണ് കാണാനൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഒരു പിടി കറിവേപ്പില, ഒരു 4-5 തണ്ട് കറിവേപ്പിലയാണ്. മല്ലിയില ഒരു പിടി. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, 8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പം ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അപ്പോൾ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആണെങ്കിലും ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഞാൻ ബ്രൈൻ ചെയ്ത ചിക്കനാണ്. അപ്പോൾ ഇന്നത്തെ ഈ നമ്മളുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്രൈൻ ചെയ്യാൻ മീൻസ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിനെയാണ് ബ്രൈൻ ചെയ്യാമെന്ന് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ നല്ല ജ്യൂസി ആവാനും നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 30 മിനിറ്റാണ് ബ്രൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പ് ഓൾറെഡി ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെന്ന്. ഞാനിതിലേക്കൊരു പിഞ്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഈ ചിക്കൻ ഫ്രൈ നല്ല റെഡ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പ് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കോട്ടിങ് നല്ല ഡ്രൈ ആയിട്ടിരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കോട്ടിങ് ഒട്ടും തന്നെ ഡ്രൈ ആവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. ഞാനിതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്ക് നോക്കാം ഇനി വെള്ളം ചേർക്കണോ വേണ്ടിയോ എന്ന്. ഇതിപ്പോൾ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ബോൺലെസ്സോ വിത്ത് ബോണോ എങ്ങനെ വേണം ഇഷ്ടം പോലെ എടുക്കാം. ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ചേർത്ത് കഴിയുമ്പോൾ ചിക്കനിലെ ഒരു വെള്ളം കൂടെ വരുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്ക് നോക്കാമെന്ന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും ഡ്രൈ ആവാൻ പാടില്ല, കുറച്ചൊന്ന് കോട്ടിങ് വെള്ളം പോലെ വന്നാലും പ്രശ്നമില്ല, പക്ഷേ ഡ്രൈ ആവരുത്, അത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ മതി. ഇനി ഇത് ഞാനൊരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോകണം. ബ്രൈൻ ചെയ്യുന്നത് സാധാരണ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം, എങ്കിലും കുറച്ചുകൂടെ ടേസ്റ്റ് ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം. ഇപ്പോൾ ആ ചിക്കൻ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് എടുത്തു. നന്നായിട്ട് മാരിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓരോ ചിക്കൻ്റെ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഈ ചിക്കനിൽ നിന്ന് കോട്ടിംഗ് ഒക്കെ വിട്ടുപോരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തിക്കി നിറച്ചിടാനും പാടില്ല, അങ്ങനെ വന്നാലും ഓയിലിൻ്റെ ടെമ്പറേച്ചർ ഡൗൺ ആയിട്ട് ചിക്കനിൽ നിന്ന് കോട്ടിംഗ് ഒക്കെ വിട്ടുപോകും. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, കാരണം ഇത് ബോൺലെസ് പീസാണ്. അത് മാത്രമല്ല ചെറുതായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓരോ പീസായിട്ട് തിരിച്ചിട്ട് കൊടുക്കാനൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒന്ന് തിരിയാൻ കൂടെ വേണം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ 2 സൈഡിൽ നിന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, കോട്ടിംഗ് എല്ലാം ചിക്കനിൽ തന്നെ പിടിച്ചിരിപ്പുണ്ട്, ഒട്ടും തന്നെ എണ്ണയിലേക്ക് പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പാണ്, അകമേ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ മാംഗ്ലൂർ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ബെസുലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. മാരിനേഷൻ്റെ ഒക്കെ ഒരു സമയം മാത്രമേ എടുക്കുന്നുള്ളൂ, ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ വളരെ ഈസിയാണ്. പിന്നെ ഈ ചിക്കൻ ബ്രൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, കുറച്ച് കൂടുതൽ സമയം അത് മാരിനേറ്റ് ചെയ്ത് വെച്ചാലും മതി. അതുകൊണ്ട് ബ്രൈൻ ചെയ്യാതെ നമുക്കിത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇഷ്ടമായാൽ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.